നിന്നിലലിയാൻ ഞാൻ ഭാഗം 55. റിസോർട്ടിലേക്കെത്തി അവിടെ മാനേജറെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് ഇന്ദ്രനും പാർവതിയും തിരിച്ച് മുംബൈയിലേക്ക് എത്തിയത്. പാറുവിൻ്റെ സന്തോഷമൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നത് ഇന്ദ്രനെയും വിഷമത്തിലാക്കി. അവൻ അവളുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ടാകും പെണ്ണേ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അവൻ പറഞ്ഞതും അവൾ ചെറുതായി പുഞ്ചിരിച്ചു. പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചാണ് അവർ തിരിച്ച് മുംബൈയിലേക്ക് എത്തിയത്. മുംബൈയിൽ എത്തിയതും ഉച്ചയായിരുന്നു. ഇന്നവർ എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് ജെൻസിയും നീതുവും എല്ലാം അവർക്ക് നല്ലൊരു ലഞ്ച് റെഡിയാക്കിയിരുന്നു. എല്ലാവരും ഒരുമിച്ച് അവരുടെ ഫ്ലാറ്റിലിരുന്ന് ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഇന്ദ്രൻ പാർവതിയും കൊണ്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ഇന്ദ്രന് അന്ന് വൈകിട്ട് ഒരു ഡിന്നർ മീറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ അവൻ ഇറങ്ങിയതും. മീറ്റിങ്ങിന് പങ്കെടുക്കാൻ ഇന്ദ്രൻ പോയതും അവൾ അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ പോയ ദിവസത്തെ വിശേഷങ്ങളും അന്ന് അവർ അറ്റൻഡ് ചെയ്ത പ്രോഗ്രാമിനെക്കുറിച്ചും എല്ലാം സംസാരിച്ച് പാർവതി അവരുടെ ഒപ്പം ഇരുന്നു. ഭണ്ഡാർദാരിലെ വിശേഷങ്ങൾ കേട്ട് അവർക്കും അങ്ങോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഒരിക്കൽ കൊണ്ടുപോകാം എന്ന് പാർവതി പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാറുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഫോൺ എടുത്തു നോക്കിയപ്പോൾ കാശിനാഥനായിരുന്നു. എൻ്റെ പൊന്നേ, നീ പോയപ്പോൾ മുതൽ ഞങ്ങളെ വിളിക്കുന്നതാ, നിന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നറിയോ ഞങ്ങൾ പിടിച്ചു നിർത്തിയത്? ഇനിയെങ്കിലും ഫോൺ എടുക്ക് എൻ്റെ പാറു. ജെൻസി പറഞ്ഞതും പാർവതി ഫോൺ അറ്റൻഡ് ചെയ്തു. വീഡിയോ കോൾ ആയിരുന്നു. ഹലോ പാറു, താനിത് എവിടെയാണ്? എത്ര ദിവസമായി ഞാൻ തന്നെ വിളിക്കുന്നു. തൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പുതിയത് വാങ്ങിയോ? കാശിനാഥൻ ചോദിച്ചു. അത് കേട്ടതും പാർവതി ജെൻസിയെയും നീതുവിനെയും നോക്കി. അവർ കൈകൊണ്ടും വായകൊണ്ടും ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആ, ഞാൻ വാങ്ങി, അവൾ പറഞ്ഞു. എന്തു പറയുന്നു? എന്നാ നാട്ടിലേക്ക് വരുന്നത്? കാശിനാഥൻ ചോദിച്ചു. എന്തായാലും പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ, ഷോ തീരണമല്ലോ, അവൾ പറഞ്ഞു. പിന്നീട് കാശിനാഥന് കുറേ നേരം സംസാരിച്ചു. വീഡിയോ കോളിൽ അവൻ്റെ ഒപ്പം അമ്മയും അവളോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡോർബെൽ അടിച്ചത്. ജെൻസി വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടു. പാറു, ഇന്ദ്രൻ ചോദിച്ചു. ഇവിടെയുണ്ട്, ഫോണിലാണ്, ജെൻസി പറഞ്ഞതും ഇന്ദ്രൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് കയറിയിരുന്നു. അപ്പോൾ കണ്ടു അവൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ. മോളെ, എത്രയും പെട്ടെന്ന് വരണം, ഇവിടെ മോൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാശി പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ആരോടും പറയേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. മോൾക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. പറയുമ്പോൾ പാർവതി ഒന്നും മിണ്ടാതെ ചെറുതായി പുഞ്ചിരിച്ച് ഇരുന്നതേയുള്ളൂ. അപ്പോഴാണ് നീതു പുറകിലേക്ക് നോക്കുന്നത് അവൾ കണ്ടത്. പാറു തിരിഞ്ഞു പുറകിലേക്ക് നോക്കിയപ്പോൾ ഇന്ദ്രനെ കണ്ടു. അവൾ വേഗം ഫോണുമായി എഴുന്നേറ്റു. ഞാൻ പിന്നീട് വിളിക്കാം അമ്മായി എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. എന്തെങ്കിലും കഴിച്ചായിരുന്നോ പാറു? ഇന്ദ്രൻ ചോദിച്ചു. കഴിച്ചു, അവൾ പറഞ്ഞതും ജെൻസിയും നീതുവും അവളെ നോക്കി. നോട്ടത്തിൻ്റെ അർത്ഥം ഇന്ദ്രനെ പെട്ടെന്ന് മനസ്സിലായതും അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞ് അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു. അപ്പാർട്ട്മെൻറ്റിൽ എത്തിയതും അവൻ വേഗം വാഷ്റൂമിലേക്ക് പോയി. ഡ്രസ്സ് മാറി അവൻ പുറത്തേക്ക് വന്നതും പാർവതിയെ അവിടെ നോക്കി. കാണാതെ വന്നപ്പോൾ റൂമിന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ബാൽക്കണിയിലെ ഊഞ്ഞാലിൽ ഇരിക്കുന്നത് അവൻ കണ്ടത്. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്തു പറ്റി പാറു? എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? എനിക്കറിയില്ല ഇന്ദ്രേട്ടാ, എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇത്രയും ദിവസം കൂടെ ഉണ്ടായിട്ട് എനിക്ക് പെട്ടെന്ന് പോയപ്പോൾ ഒരു സങ്കടം, അവൾ പറഞ്ഞു. ഞാൻ എവിടെ പോയിന്നാ നീ പറയുന്നേ? ഞാൻ കൂടെ തന്നെയില്ലേ. എന്നെ ഇങ്ങനെ ആക്കിയത് ഇന്ദ്രേട്ടൻ തന്നെയാ, അവൾ പറഞ്ഞു. അതെ, ഞാൻ തന്നെയാ ഇങ്ങനെ ആക്കിയത്. കൊഞ്ചിച്ച് വഷളാക്കി എൻ്റെ പെണ്ണിനെ ഞാൻ എൻ്റെ കൂടെ തന്നെ കൂട്ടി അല്ലേ, അവൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇനി ഭണ്ഡാർദാരയിലേക്ക് ഞാൻ പോകുന്നില്ല, അവൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്ന് മാറി. എന്താ? അല്ലാതെ പിന്നെ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കും. പിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? വിഷമമൊന്നുമില്ല ഇന്ദ്രേട്ടാ, ഇത്രയും നല്ല ശാന്തമായ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒരുപാട് ബഹളമുള്ള സ്ഥലത്തേക്ക് വന്നപ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു വിഷമം, അത്രയേ ഉള്ളൂ. അവിടെ പാറു ഓക്കെയാണ്, പാർവതി പറഞ്ഞു. അല്ല, അങ്ങനെയല്ല പാറു പറയേണ്ടത്. ഇന്ദ്രേട്ടൻ എവിടെയുണ്ടോ അവിടെയാണ് പാറു ഓക്കെ ആകുന്നത്.
അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ. അതെ, സമയം ഒരുപാടായി, കിടന്നാലോ? അവൾ ചോദിച്ചു. കിടക്കാലോ, പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഡിന്നർ കഴിക്കണം, അവൻ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ കഴിച്ചില്ലേ? അവൾ ചോദിച്ചു. ഞാൻ കഴിച്ചു, പക്ഷേ എൻ്റെ ഭാര്യ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അവൾക്ക് ഡിന്നർ കൊടുക്കാൻ പോവാൻ ഞാൻ എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് നടന്നു. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഒരു പാക്കറ്റ് അവൾ കണ്ടു. അവൾ അവനെ നോക്കി. അത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഞാൻ എന്ന് പറഞ്ഞ് അവളെ ചേർത്തിരുത്തി അവനത് തുറന്നു. അതിൽ നിന്നും ചൂട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അവൾക്ക് അവൻ തന്നെ എടുത്തു കൊടുത്തു. ഞാൻ കഴിച്ചില്ല എന്ന് എങ്ങനെ മനസ്സിലായി? പാർവതി ചോദിച്ചു. പിന്നെ എനിക്കറിയാൻ പാടില്ല എൻ്റെ പെണ്ണിനെ എന്ന് പറഞ്ഞ് അവൻ തന്നെ ആ ഭക്ഷണം മുഴുവനും അവൾക്ക് കൊടുത്തു. ഭക്ഷണം കഴിച്ച് അവൻ അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി. രാവിലെ പാർവതിയുടെ ഫോണിലേക്ക് അച്ഛൻ്റെ കോൾ വരുന്നത്. പാറു കിച്ചണിൽ ഇന്ദ്രൻ രാവിലെ പോകുന്നത് കൊണ്ട് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോഴാണ് പാറുവിന് ഫോൺ വരുന്നത്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ജോലി ചെയ്തു. മോളെ പാറു, എൻ്റെ മോൾക്ക് ഒരു വിഷമമുള്ളതുപോലെ തോന്നുന്നു. ഇന്നലെ അമ്മ ഉണ്ടായതുകൊണ്ടാണ് അച്ഛൻ സംസാരിക്കാതിരുന്നത്. എന്തു പറ്റി? എൻ്റെ മോൾക്ക് ഒരു വിഷമം, അച്ഛൻ ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ. എന്തുകൊണ്ട് പറയ്. അത് അച്ഛാ, ഇന്നലെ അവിടെ നിന്നും അമ്മായിയും കാശിയേട്ടനൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. പതിവില്ലാത്ത ആളുകളുടെ അവരുടെ സംസാരമൊക്കെ വല്ലാത്ത രീതിയിൽ, അവൾ പറഞ്ഞു. അത് മോളെ പാറു, അമ്മ നിന്നോട് പറയാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അച്ഛൻ ഇത്രയും ദിവസം അത് പറയാതിരുന്നത്. പക്ഷേ എൻ്റെ മോളാകെ വിഷമത്തിലാണെന്ന് തോന്നിയത് കൊണ്ട് പറയുകയാണ്. കാശിനാഥന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അവരുടെ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും സമ്മതമായിരുന്നു. എന്നോട് ചോദിച്ചപ്പോൾ എനിക്കും ഇഷ്ടക്കുറവൊന്നും തോന്നിയില്ല. അച്ഛൻ പറയുന്ന വാക്കുകൾ പാർവതിയിൽ ഒരു ഞെട്ടലുണ്ടാക്കി. കാശിക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. എങ്കിലും അത് ഇത്രയും വലിയൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ആ ഞെട്ടലിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്പൂൺ താഴേക്ക് വീണു. ബെഡ്റൂമിൽ നിന്നും ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന ഇന്ദ്രൻ കണ്ടു ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന പാർവതിയെ. അത് കണ്ടതും വേഗം ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. പാർവതി ഫോൺ സ്പീക്കറിൽ ഇട്ടത് കൊണ്ട് തന്നെ അവിടെ നിന്നും പറയുന്നത് ഇന്ദ്രൻ കേട്ടു. മോളെ, അത് അമ്മയ്ക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വെറുതെ എതിർത്തിട്ട് ഇനിയൊരു ഇഷ്ടക്കേട് കൂടി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനും ഒന്നും പറയാതിരുന്നത്. പിന്നെ മോള് വന്നിട്ട് സംസാരിച്ചിട്ടാകാം എന്ന് തീരുമാനിച്ചു. അച്ഛൻ പറയുന്നത് കേട്ട് അവൾ ഒന്നും പറയാതെ മരവിച്ചതുപോലെ നിൽക്കുകയാണ്. ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഹലോ മോളെ പാറു. ഹലോ. അച്ഛൻ ഹലോ പറയുന്നുണ്ട്. അവളുടെ അടുത്തു നിന്നും മറുപടി കേൾക്കാത്തത് കൊണ്ടാണ് അച്ഛൻ പറയുന്നതെന്ന് മനസ്സിലായതും ഇന്ദ്രൻ അവളുടെ തോളിൽ പിടിച്ചതും അവൾ ഞെട്ടി അച്ഛനെ നോക്കി. ഇന്ദ്രൻ ഫോണിലേക്ക് കണ്ണു കാണിച്ചു. ആ അച്ഛ പറയ്. എന്തായാലും മോള് വാടാ. മോള് വന്നിട്ട് തീരുമാനം എന്തായാലും നോക്കിയിട്ടാകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്, അച്ഛൻ പറഞ്ഞു. ഞാൻ വിളിക്കാച്ചാ എന്ന് പറഞ്ഞ് പാർവതി ഫോൺ കട്ട് ചെയ്തു. അവൾ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ആ നോട്ടത്തിലുള്ള ദയനീയാവസ്ഥ മനസ്സിലായതുപോലെ ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചു. എന്തു പറ്റി? അവൻ ചോദിച്ചു. കാശിയേട്ടനുമായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചുവെന്ന് അവൾ പറഞ്ഞതും ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ തലയുയർത്തി ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. ഇന്ദ്രേട്ടാ, അവൾ വിളിച്ചു. എനിക്കറിയായിരുന്നു. ഇന്ദ്രൻ പറയുന്നത് കേട്ടതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. മനസ്സിലായില്ല, അവൾ പറഞ്ഞു. മനസ്സിലാക്കാൻ ഒന്നുമില്ല. കാശിക്ക് നിന്നെ ഇഷ്ടമാണ്, അതവൻ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർ നിൻ്റെ അമ്മയോട് സംസാരിച്ചു. അങ്ങനെ കാശിയും നീയുമായിട്ടുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചു. അതെനിക്കറിയായിരുന്നു. ഇന്ദ്രൻ പറഞ്ഞതും അവൾ അവനിൽ നിന്നും കുറച്ച് മാറി നിന്നു. എന്താ ഇന്ദ്രേട്ടൻ പറഞ്ഞേ? അതേ പാറു, നിൻ്റെ വീട്ടുകാർ അവന് വാക്കുകൊടുത്തു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ നിന്നെ നിയമപ്രകാരം വിവാഹം കഴിച്ചത്. എനിക്ക് നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ, അവൻ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്ദ്രേട്ടാ, അപ്പോൾ അച്ഛനാകെ വിഷമത്തിലാണ്. എന്നോട് ചോദിക്കാതെ അമ്മ വാക്കുകൊടുത്തോ? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? എന്നോട് ചോദിച്ചിട്ട് അമ്മയ്ക്ക് വാക്കുകൊടുത്താൽ പോരായിരുന്നോ? അമ്മയുടെ വീട്ടുകാരെ കിട്ടിയപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ അമ്മ മനഃപൂർവ്വം മറന്നു പോയതാണോ? അവൾ ചോദിച്ചുകൊണ്ട്
അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചു. എന്താടാ, ഞാനില്ലേ കൂടെ, പിന്നെ എന്തിനാ കരയുന്നേ? എനിക്ക് അച്ഛനെ കാണാൻ തോന്നുന്നു, അവൾ പറഞ്ഞു. അവൻ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. കാണണോ അച്ഛനെ? അവൻ ചോദിച്ചു. അവൾ കാണണമെന്ന് പറഞ്ഞു. എന്നാ വേഗം റെഡിയാവ്, ഇന്ദ്രൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. ഇങ്ങനെ കണ്ണുമിഴിച്ച് നിൽക്കാതെ വേഗം പോയി റെഡിയായിട്ട് വാ, അവൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം? അവൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിലേക്ക് നോക്കി. അതെല്ലാം ഫ്രിഡ്ജിൽ വയ്ക്കാം എന്ന് പറഞ്ഞ് അവൻ തന്നെ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ തുടങ്ങി. ഞാൻ ഇതൊക്കെയൊന്ന് എടുത്ത് വയ്ക്കുമ്പോഴേക്കും വേഗം റെഡിയായിട്ട് വരൂ കേട്ടോ, അവൻ പറഞ്ഞു. അവൾ വേഗം ഡ്രസ്സ് മാറാനായി പോയതും ഇന്ദ്രൻ അഖിലിനെ ഫോണിൽ വിളിച്ച് പ്രൈവറ്റ് ചോപ്പർ റെഡിയാക്കാൻ പറഞ്ഞു. പാർവതി ഒരു സാരിയാണ് എടുത്തത്. അവൾ സാരിയും ധരിച്ച് മുടി അഴിച്ചിട്ട് കഴുത്തിൽ ഇന്ദ്രൻ്റെ മംഗല്യസൂത്രയും അവൻ കൊടുത്ത ചെറിയൊരു ഡയമണ്ടോട് കൂടിയ ഒരു മാലയും കൈകളിൽ കുറച്ച് വളകളും ഇട്ട് പുറത്തേക്ക് വന്നു. പോകാം എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും മുകളിലെ പാഡിലേക്കാണ് പോയത്. അവിടെ ഇന്ദ്രൻ്റെ പ്രൈവറ്റ് ചോപ്പർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ദ്രൻ അവളെയും കൊണ്ട് അതിലേക്ക് കയറി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ കൊച്ചിയിലെത്തി. അവിടെ കൊച്ചിയുടെ ഹൃദയഭാഗത്തുള്ള ഇന്ദ്രൻ്റെ പുതിയ വീട്ടിലേക്കാണ് ഇന്ദ്രൻ പാർവതിയെ കൊണ്ടുപോയത്. ആ വീട് കണ്ടതും പാർവതി അത്ഭുതത്തോടെ നോക്കി. അത്രയും മനോഹരമായ വലിയ വീടായിരുന്നു. ഇന്ദ്രേട്ടാ, ഇത് ILG ഗ്രൂപ്പിൻ്റെ വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഞാൻ കൊച്ചിയിൽ നമുക്ക് വേണ്ടി പണി കഴിപ്പിച്ച വീടാണ്, അവൻ പറഞ്ഞു. അവൻ അവിടെ ചെന്ന് ബെല്ലടിച്ചതും ഒരാൾ വന്ന് വാതിൽ തുറന്നു. ഇവിടെ ആളുണ്ടോ? ഉണ്ട്, ഇവിടെ എപ്പോഴും കാര്യങ്ങൾ നോക്കാൻ ആളെ നിർത്തിയിട്ടുണ്ട്. വലത് കാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറ്, അവൻ പറഞ്ഞു. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറി. അച്ഛനെ കാണാൻ നമ്മൾ എപ്പോഴും ആലപ്പുഴയ്ക്ക് പോകുന്നത്? അത് കേട്ട് അവനൊന്ന് ചിരിച്ചു. എന്താ, ആലപ്പുഴയ്ക്ക് നമ്മൾ പോകുന്നില്ലേ? അവൾ ചോദിച്ചു. പോകാം, ആദ്യം ഫ്രഷായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഇവിടെ നിന്നും കാറിന് പോകാം, അവൻ പറഞ്ഞു. വാ, സമയം ഒരുപാടായില്ലേ, ലഞ്ച് കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ചില്ല, അതുകൊണ്ട് ലഞ്ച് കഴിക്കാം നമുക്ക്. നമ്മൾ വരുന്ന കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഭക്ഷണമെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ 2 ദിവസം നമ്മളിവിടെ ഉണ്ടാകും, അവൻ പറഞ്ഞു. 2 ദിവസം നമ്മളിവിടെ? അതൊക്കെയുണ്ട്, വാ, ആദ്യം ഒന്ന് ഫ്രഷ് ആവും, എന്നിട്ട് ലഞ്ച് കഴിക്കാം, അവൻ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് നടന്നു. പാർവതിയുടെ നോട്ടം മുഴുവനും അപ്പോഴും ആ വീട്ടിലായിരുന്നു. ശരിക്കും ഒരു കൊട്ടാരം പോലെ തോന്നിക്കുന്നു. അതുപോലെയാണ് ഇൻറ്റീരിയൽ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു പാലസ് പോലെ തോന്നുന്നുണ്ടല്ലോ, അവൾ ചോദിച്ചു. എനിക്ക് ഈ പാലസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ വീടുകളും പണി കഴിപ്പിച്ചിട്ടുണ്ടാകുക ആ മോഡലിലായിരിക്കും, അവൻ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളും അവൾ നോക്കി. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വലിയ ഒരു റൂമിലേക്കാണ് കയറിയത്. റൂമിൻ്റെ ഉൾവശം കണ്ടതും അവളുടെ കണ്ണുകളിൽ അത്ഭുതവും സന്തോഷവും ആശ്ചര്യവും തോന്നി. ഇവിടെ ഇന്ദ്രേട്ടൻ ഇതിനു മുമ്പ് വന്ന് നിന്നിട്ടുണ്ടോ? അവൾ ചോദിച്ചു. ഒരു പ്രാവശ്യം. ഞാനിവിടെ ഈ വീടിൻ്റെ രജിസ്ട്രേഷൻ്റെ ഭാഗമായി വന്നതാണ്. അന്ന് കുറച്ച് സമയം ഞാനിവിടെ ഉണ്ടായിരുന്നു, അല്ലാതെ പിന്നെ വന്നിട്ടില്ല, അവൻ പറഞ്ഞു. ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവൻ ഫോണുമായി അവിടെ നിന്ന് നടന്നു പോകുന്നത് അവൾ നോക്കി നിന്നു. അവൾ ആ റൂമിൻ്റെ വിൻഡോ ഭാഗത്തേക്ക് ചെന്നു. കർട്ടൻ മാറ്റിയതും കണ്ടു ആ വീടിൻ്റെ പുറകിലൂടെ ഒഴുകുന്ന കൊച്ചി കായൽ. അവൾ കുറച്ചു നേരം അവിടെ തന്നെ നോക്കി നിന്നു. അതിനുശേഷം അവളൊന്ന് ഫ്രഷ് ആവാനായി കയറി. അവൾ ഫ്രഷായി ഇറങ്ങുമ്പോൾ സോഫയിൽ ഇന്ദ്രൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാറു, നിനക്കിടാനുള്ള ഡ്രസ്സ് ആ ഷെൽഫിലുണ്ട്, അവൻ പറഞ്ഞു. അതെങ്ങനെ? അവൾ ടവൽ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ചോദിച്ചു. നമ്മുടെ അത്യാവശ്യം എല്ലാ ഫ്ലാറ്റിലും വീടുകളിലും നമുക്കുള്ള ഡ്രസ്സെല്ലാം ഞാൻ ഷെൽഫിൽ വയ്ക്കാറുണ്ട്, അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറുന്നുണ്ടോ? അവൻ ചോദിച്ചു. വേണ്ട, പിന്നെ ആവാം ഇന്ദ്രേട്ടാ. പറഞ്ഞില്ലേ വിശക്കുന്നുണ്ടെന്ന്, വാ എന്ന ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പടികൾ താഴേക്കിറങ്ങുമ്പോഴാണ് ആ വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് വരുന്ന അവളുടെ അച്ഛനെ കണ്ടത്. അച്ഛനെ കണ്ടതും അവൾ കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നുപോയി. പിന്നെ പെട്ടെന്ന് ഓടി പടികളിറങ്ങി. പാറു, നോക്കി, ശ്രദ്ധിച്ചിറങ്ങ്,
ഇന്ദ്രൻ പുറകിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അവൾ അതൊന്നും കേൾക്കാതെ താഴേക്ക് ഓടിച്ചെന്നു. അച്ഛനെ കണ്ടതും അവൾ വേഗം അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛനും ആകെ സന്തോഷത്തിലായിരുന്നു അവളെ കണ്ടതിൻ്റെ. അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ട് വന്നു. അച്ഛാ, യാത്രയ്ക്ക് സുഖമായിരുന്നോ? അവൻ ചോദിച്ചു. കുഴപ്പമുണ്ടായിരുന്നില്ല മോനെ, അദ്ദേഹം പറഞ്ഞു. പാർവതി ഇന്ദ്രൻ അച്ഛനോട് സംസാരിക്കുന്നത് നോക്കി നിന്നു. നേരത്തെ പരിചയമുള്ളതുപോലെയാണ് ഇന്ദ്രൻ അച്ഛനോട് സംസാരിക്കുന്നതെന്ന് അവൾ ശ്രദ്ധിച്ചു. അവൾ അച്ഛനെയും ഇന്ദ്രനെയും മാറി മാറി നോക്കി. എന്താ പാറു ഇങ്ങനെ നോക്കുന്നത്? ഇന്ദ്രൻ ചോദിച്ചു. അത് ഇന്ദ്രേട്ടന് അച്ഛനെ നേരത്തെ പരിചയമുണ്ടോ? ഇന്ദ്രേട്ടൻ അച്ഛനോട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ? പാർവതി ചോദിച്ചു. പിന്നെ ഞാൻ എൻ്റെ മരുമോനോട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ പറയുന്നത് കേട്ടതും അവൾ ഞെട്ടി. അച്ഛനെങ്ങനെ ഇന്ദ്രേട്ടനെ? പിന്നെ എൻ്റെ മകളെ വിവാഹം കഴിച്ച ആളെ ഞാൻ അറിയില്ലേ? അച്ഛൻ പറഞ്ഞതും അവൾ വീണ്ടും ഞെട്ടി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഇന്ദ്രനെയും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അവൾ പറഞ്ഞു. ഒന്നും മനസ്സിലാക്കാനില്ല എൻ്റെ പാറു. ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ, അതായത് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു ദിവസം ഇങ്ങോട്ട് വന്നിരുന്നു നിൻ്റെ അച്ഛനെ കാണാൻ. അല്ല, എൻ്റെ അമ്മായച്ഛനെ കാണാൻ. അല്ലേ അച്ഛാ? അങ്ങനെ വേണ്ടി പറയാൻ? അതെ അതെ. എന്നിട്ട്? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. എന്നിട്ടെന്താ? ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് അച്ഛൻ്റെ ഇളയ മകൾ പാർവതിയെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. അച്ഛൻ ആദ്യം ഒന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. അച്ഛനും ഒരു വിഷമം ഉണ്ടായിരുന്നത് അമ്മ വീട്ടുകാർക്ക് വാക്കുകൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് തന്നെയായിരുന്നു അച്ഛൻ്റെയും വിഷമം എന്നെനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു. അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ നിയമപ്രകാരം അവൾ എൻ്റെ ഭാര്യയാകാൻ പോവുകയാണെന്ന്. ആദ്യം അച്ഛനൊന്ന് വിഷമമായെങ്കിലും പിന്നെ അച്ഛനും സമ്മതിച്ചു. അങ്ങനെ അച്ഛൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഈ പാർവതിയെ ഇന്ദ്രജിത്ത് ലോകനാഥ് ഗുപ്ത വിവാഹം കഴിച്ചത്, അവൻ പറഞ്ഞു. അത് കേട്ടതും പാർവതി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അച്ഛാ, സോറി അച്ഛാ. പാറു അച്ഛനോട് പറയാതെ. അവൾക്ക് പറയാൻ വാക്കുകളില്ലാതെ അവൾ വിതുമ്പിക്കരഞ്ഞു പോയിരുന്നു. അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. സാരമില്ലടാ, നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞില്ലെല്ലാം. അതും ദേ ഇവൻ തന്നെ പറഞ്ഞ്, എൻ്റെ മരുമകൻ തന്നെ എന്നോടെല്ലാം പറഞ്ഞില്ലേ. അത് തന്നെ അച്ഛന് വലിയ സന്തോഷം. എൻ്റെ മോള് പറഞ്ഞില്ലേ, ഒരു പുരുഷൻ വന്ന് ഇവൾ എൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന്. അതേ നിന്റെ ഭർത്താവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വിഷമിക്കണ്ട കേട്ടോ, അച്ഛൻ അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഹായ്, സുഖമാണ് എല്ലാവർക്കും? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പഴയ സ്റ്റോറിയിൽ നിന്ന് മാറ്റങ്ങളുണ്ടെന്ന് എനിക്കറിയാം. കമൻസിൽ നമ്മുടെ ഫ്രണ്ട് വന്ന് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എവിടെയോ ആൾക്ക് തെറ്റിപ്പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരുപാട് സന്തോഷം. ഇപ്പോഴും ആ കഥ ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് അറിയുമ്പോൾ സത്യമായിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പുതിയ സ്റ്റോറികളായ എൻ്റെ പ്രണയവും ഞാനും നീയും ഒന്നാണ് എന്ന സ്റ്റോറിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കേട്ടിട്ട് അഭിപ്രായം പറയണേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.